പരിഭ്രമിക്കണ്ട. അവർ അവരുടെ കർമ്മഫലമാണ് അനുഭവിക്കുന്നത്. യാത്ര തുടരാം. അവരെന്ത് കർമ്മം ചെയ്തിട്ടാണ് ഈ കർമ്മഫലം അനുഭവിക്കുന്നത്? ചിലപ്പോഴെല്ലാം നാം ചെയ്യാത്ത കർമ്മങ്ങളുടെ ഫലം കൂടി നാം അനുഭവിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ അത് അത്രത്തോളം അന്യായമല്ലേ ഗുരു? ഇതിനെയാണോ വിധിയെന്ന് വിളിക്കുക? ഈ ഉറുമ്പിൻ കൂട് നീ നിന്റെ കൈയെടുക്കിൽ സൂക്ഷിക്കണം. യാത്രാവസാനം ഞാനിത് ചോദിക്കുമ്പോൾ നീ എനിക്ക് തിരികെ നൽകണം. ശരി ഗുരു. अरे गाना कैसा लगा? अच्छा है ना? भैया मिर्ची नहीं हुआ है, आप थोड़ा डालो इसलिए टेस्ट नहीं है। हाँ, पानी का बोतल दे दो। उसमें पानी नहीं है। पानी दे दो पानी। अरे खाली बोतल ले, क्या पानी दे रहा है? अरे तू क्यों लेट हो गया आने का? अरे यार उसका तो नया शादी गया है इसलिए जल्दी से नहीं चाकता है यार। हाँ मैं शादी करके एंजॉय करता है यार, और मेरी आधी रात में थोड़ा प्रॉब्लम हो गया। अरे क्या प्रॉब्लम हो गया यार? वो सारी खून निकल गया यार, वो पूरा बेड खराब हो गया यार। वो तो छोटो बादशाह है ना, आराम से खाना सकता है, शादी की नहीं सकता है, इतना जल्दी क्यों कर रहा है? मेरा दिन नहीं मानता है यार, मैं क्या करेगा यार। छोटो उधर काम करके दो, पैसा बाद में निकल देगा। तुम गाना गाया क्या था? मेरा गाना हो गया भैया। ഈ ഭായിമാർ ഒരു വൃത്തിയില്ലാത്തവന്മാരാ. ഉള്ള ചപ്പും ചവറും എല്ലാം അതിലെ ഇതിലേയും വലിച്ചെറിഞ്ഞിട്ട് മണത്തിട്ട് അതിലെ നടക്കാനും വയ്യ. എടി, നാളെ ആ MLA വീട് വരെ ഒന്ന് പോണം. ഈ വീടിനൊരു അടച്ചുറപ്പായ അത്ര ആശ്വാസമായി. സാർ, ഇത് SC/ST കാസ്റ്റിൽപ്പെടുന്നവരുടെ വീടില്ലാത്തവരുടെ റിപ്പോർട്ടാണ്. അപ്പോൾ അവർക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള സംരംഭം എന്ന നിലയിൽ കുറച്ച് അപേക്ഷകൾ കിട്ടിയിട്ടുണ്ട്. നിയമസഭയിൽ ഞാൻ ഈ SC/ST വിഭാഗത്തിലെ വീടില്ലാ പ്രശ്നം പരിഹരിക്കണമെന്ന് പറഞ്ഞ് ഒരു പ്രസംഗം നടത്തിയിരുന്നു. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടായിരിക്കും ഈ പുതിയ ഗവൺമെൻറ് പ്രൊജക്റ്റ്. പിന്നെ കുറുപ്പംപടിയിൽ നമ്മുടെ കുറച്ച് അനുഭാവികളുണ്ട്. അവർക്കൊരു ചെറിയ പരിഗണന കൊടുക്കാനുള്ള അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തേരെ. ചെയ്യാം സാർ. പദ്ധതികളൊക്കെ ഉണ്ട്.
ഇതിനൊക്കെ പൈസ കൃത്യമായിട്ട് കിട്ടിയ കാര്യങ്ങൾ നടക്കും. ഇല്ലെങ്കിൽ കാടാമ്പുഴ പൂമൂടൽ പോലെ ഇങ്ങനെ കിടക്കും. സർക്കാരിന്റെ കയ്യിലും കാശ് വേണ്ടേ? ഹലോ, പ്രൊഡ്യൂസർ ഫുൾ ബ്ലാക്കിൻ്റെ ആളാ. വാടാനപ്പള്ളിയിലുള്ള നമ്മുടെ ഒരു ചങ്ങായിയാണ്. ആള് കിണ്ടൻ്റെ ഒരു പാട്ട് കേട്ടിഷ്ടാ. AR റഹ്മാൻ കഴിഞ്ഞാൽ ഈയാണ് മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞ് കെട്ടി അങ്ങോട്ട് പിടിച്ച്. പിന്നെ ഞാൻ ഡയറക്ഷൻ കൂടെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ആള് ഫുള്ള് ഹാപ്പിയായി. ആ അപ്പോൾ ഓക്കെ, നീ ഒരു കാര്യം ചെയ്യ്, നമുക്ക് ലുലു വെച്ച് കാണാം. നീ ഒരു ഫുൾ ചിക്കൻ ഓർഡർ ചെയ്തിട്ട് അവിടെ ഇരിക്കും. എന്നാൽ ശരി, ഓക്കെ. ആ അപ്പോൾ തസ്ലീക്കേ, കിണ്ടൻ 2-ന് ശേഷം ഞാൻ ഡയറക്ഷൻ ചെയ്യാൻ പോകുന്ന മുംതാസും ഷാജഹാനും ഇതൊരു മ്യൂസിക്കൽ സ്റ്റോറിയാണ്. നിനക്ക് ഞാൻ അതിൽ വലിയൊരു വേഷം തരാൻ പോവുക. അത് ചെയ്താൽ തസ്ലീക്കേ നിനക്ക് പിന്നെ മലയാള സിനിമയിൽ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. പക്ഷേ നീ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ തമ്മിൽ സംസാരിച്ചത് വേറെ ആരും അറിയണ്ട. ഈ എനിക്കൊരു 2 ലക്ഷം റുപ്യ തന്നെ. എൻ്റെ കാര്യം ഞാനേറ്റ്. സർ, ഞാനൊരു ചെറിയ ഷോപ്പാണ് നടത്തുന്നത് പറവൂര്. അതും വൈഫിൻ്റെ സ്വർണം മുഴുവൻ പണയം വെച്ചിട്ടാണ് അത് തുടങ്ങിയിരിക്കുന്നത്. എൻ്റെ തസ്ലീക്കേ, ഇന്നത്തെ കാലത്ത് ഈ ഷോപ്പ് കോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യമുള്ള? നീ ആ ഷോപ്പ് പണയം വെക്ക്. സിനിമയിലെ ചാൻസിന് വേണ്ടിയിട്ട് ഓരോ ഡയറക്ടർമാർക്ക് കോടികളെ കൊടുക്കണേ, കോടികൾ. എന്നോട് ഞാനതൊന്നും ചോദിച്ചിട്ടില്ലല്ലോ. വെറും 2 ലക്ഷം റുപ്യ ചോദിച്ചുള്ളൂ. എൻ്റെ കയ്യിൽ പൈസയായിട്ടൊന്നും എടുക്കാനുണ്ടാവില്ല. എൻ്റെ ഷോപ്പിൽ ഡ്രസ്സുകളുണ്ടാവും, പുതിയ മോഡൽ, ബ്രാൻഡഡ് തന്നെ. സാറിന് വേണമെന്ന് വെച്ചാൽ ഞാനത് കൊണ്ടുതരാം. എൻ്റെ തസ്ലീക്ക് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അല്ലെങ്കിൽ നീ കൊണ്ടുവന്നോ. പിന്നെ ജ്യൂസിൻ്റെ ജ്യൂസിൻ്റെ പൈസ കൊടുത്തേക്കണേ. അപ്പോൾ ഓക്കെ, 2 ലക്ഷം മറക്കണ്ട. 2 ലക്ഷം റുപ്യ നമുക്ക് പൊളിക്കണം മുത്തേ. അപ്പോൾ ഓക്കെ, 2 ലക്ഷം. ഈയുടെ അടുത്ത താരം ചവറ് പോലെയാ വെബ് പോർട്ടലുകൾ. ഒരു ലാപ്ടോപ്പും ഇൻ്റർനെറ്റ് കണക്ഷനും ഉണ്ട്, ആർക്ക് വേണേലും ഇപ്പോൾ തുടങ്ങാം. പന്നി പെറ്റി കിട്ടുന്ന പോലെ കുറേ വാർത്തകൾ പടച്ചു വിട്ടിട്ട് കാര്യമില്ല. നമ്മൾ കൊടുക്കുന്ന വാർത്തകൾ ആളുകൾ ഏറ്റുപിടിക്കുന്നതാവണം. വേണം. ആർക്കും അഭിനയമുണ്ടെന്ന് പറഞ്ഞിട്ടാണേലും റേറ്റിംഗ് കൂട്ടണം. കാറിൻ്റെ CC അടച്ചിട്ടേ 3 മാസമായി. സമാധാനം ഉണ്ടാക്കാമല്ലോ. സെൻസേഷണലായിട്ട് ഒരു ഒറ്റ വാർത്ത കിട്ടിയാൽ മതി, പിന്നെ അങ്ങോട്ട് കത്തി പിടിച്ചോളൂല്ലോ. പെരുമ്പാവൂരിലേത് ദാരുണമായ കൊലപാതകമെന്ന് തെളിഞ്ഞിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ 3 തരം ആയുധങ്ങളാണ് കൊല ചെയ്യാനായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നതെന്നുള്ള സംശയമാണ് പുറത്തുവരുന്നത്. ഹലോ നീ ആരാന്നാ നിന്റെ വിചാരം? ഹലോ നിനക്ക് അമ്മയും പെങ്ങന്മാരൊന്നും നിന്നെ ഞങ്ങൾ അങ്ങോട്ട് വന്ന് നിന്റെ കൈയും കളിഞ്ഞ ഹലോ, നിങ്ങൾ ആരാ? നിങ്ങൾ ആരെയാ വിളിക്കണേ? ഹലോ ഹലോ
ഹലോ ഹലോ തസ്ലീം, നീ എവിടെ? ഹലോ, നീ എവിടെടാ? വീട്ടിലാടാ. എന്താ? നീ ഫേസ്ബുക്കിൽ നോക്കിയിരുന്നോ? നിന്നെ പറ്റി ഇല്ല. വാർത്തയൊക്കെ വന്നിട്ടുണ്ട്. എന്താടാ? നീ ഫേസ്ബുക്ക് നോക്ക്, പെട്ടെന്ന് നോക്ക്. അത് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഭയങ്കര പ്രശ്നവും. സംഭവം കൊളുത്തിട്ടാ. പോസ്റ്റ് ഇട്ടത് ഇന്നലെ രാത്രി 11:30. ഇപ്പോൾ സമയം 9 മണി. 9.5 മണിക്കൂറിനുള്ളിൽ 36,000 ഷെയർസ്, 2,000 കമൻറ്റ്സ്, 3 ലക്ഷം ലൈക്സ്. ട്രൂത്ത് ലൈൻ ന്യൂസ് ഏജൻസി ക്ലിക്കായി. ഇനി ഈ പേജ് പരസ്യവിടാൻ പല തെണ്ടുകളും വിളിക്കും. കാശ് മേടിച്ചല്ലാതെ ഒരു പരിപാടിയും വേണ്ട. കഷ്ടപ്പെട്ടിട്ടാണേ പേജിന് ലൈക്ക് ഉണ്ടാക്കി എടുത്തത്. ഫുൾ ടൈം വാട്സപ്പിലാണല്ലോ. ഇതേതാണ്? ഇത് പുതിയതാണെന്നല്ല. ഇതാരത്? ഇത് എവിടുത്തേത്? കൊന്നാന്റെ രേഖാചരണം കണ്ടത് കണ്ട ഫോട്ടോ കറക്റ്റ് ആണ്. അതിനൊക്കെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഇതവനല്ലേ? പിടിക്കാണ്. എന്താ എന്തിനാ അടിക്കുന്നേ? അടിക്കല്ലേ? നീ കയ്യും കാലും തല്ലോടിക്കണം. കയ്യും കാലല്ല, ഒരു സാധനം പോകൂല. വെറുതെ ഇവിടെ നേരച്ചടാ. ഇവിടെ ഇവിടെ വേണ്ട വേണ്ട, ഞാൻ കൊടുത്തോളാം. പിന്നെ നീ 2 ദിവസത്തേക്ക് പുറത്തേക്കൊന്നും ഇറങ്ങണ്ട. നീ അവളെ അറിയിച്ചിട്ടൊന്നുമില്ലല്ലോ? ഇല്ല. എന്ത് ചെയ്യാനാടാ ഓരോരോ കൾ. നീ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നീ എന്നെ വിളിക്കണം. നമ്പർ ഉണ്ടല്ലോ കയ്യിൽ? ഉണ്ട്. അതല്ല സാറേ, രേഖാചിത്രവുമായിട്ട് എനിക്ക് നല്ല സാമ്യമുണ്ട്. അതുകൊണ്ടാണ് എനിക്കൊരു ടെൻഷൻ. നിനക്കെന്താ വട്ടുണ്ടോ തസ്ലിക്ക്? ഇതൊന്നുമല്ല പ്രതി, ഞങ്ങൾക്കും അറിയാം, അത് ചെയ്തവനും അറിയാം. എന്ത് ചെയ്യാനാ? ചെല്ല്, വണ്ടി പോട്ടെ, ചെല്ലടാ. പേടിക്കാനൊന്നും വരുന്നാ സാർ പറഞ്ഞത്. എന്താവോ? എവിടെ ഞാൻ നിന്നെ ഏൽപ്പിച്ച ഉറുമ്പിൻ കൂട്? ഈ ചതഞ്ഞരഞ്ഞു കിടക്കുന്ന ഉറുമ്പുകളെല്ലാം നിന്നെ കടിച്ചിട്ടാണോ നീ അവയെ കൊന്നത്? അല്ല. അതാ ഞാൻ പറഞ്ഞത്. ചിലപ്പോഴെല്ലാം നാം ചെയ്യാത്ത കർമ്മങ്ങളുടെ ഫലം കൂടി നാം അനുഭവിക്കേണ്ടി വരും. എന്നെപ്പോലെ ഓരോരുത്തർക്കുമുണ്ടായിരുന്നു ഓരോരോ കഥകൾ. വേദനയുടെ, കഷ്ടപ്പാടിൻ്റെ, കണ്ണീരിൻ്റെ, നിരപരാധിത്വത്തിൻ്റെ, നിസ്സഹായതയുടെ കഥകൾ. അവരിൽ ഒരാളുടെയും നൊമ്പരത്തെ കുറച്ച് കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും സ്വയം കടന്നു വന്ന പാതകൾ കഠിനം തന്നെയായിരിക്കും. മറ്റു പലരുടെ സങ്കടങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ എൻ്റെ ജീവിതവും സങ്കടങ്ങളും വളരെ ചെറുതാണെന്ന് വരെ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. ഇങ്ങനെയൊരു കഥ പറയാൻ തക്കവിധം തുടർ ജീവിതം നയിക്കാൻ കാരണം മറ്റു പലരുടെയും കഥകളാണെന്ന് ഞാൻ തുറന്ന് സമ്മതിക്കാം. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ എൻ്റെ സങ്കടം താങ്ങാനാകാതെ ആത്മഹത്യ ചെയ്തേനെ. ഏത് സങ്കടത്തിൽ നിന്നും കരകയറാനുള്ള ഒരേ ഒരു വഴി നമ്മളെക്കാൾ സങ്കടമുള്ളവരുടെ കഥകൾ കേൾക്കുക എന്നത് തന്നെയാണ്.